നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. KSRTC മാസ് ക്ലീനിംഗ് ഡ്രൈവിന് കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ തുടക്കമായി. ഇന്ന് രാവിലെ 8:30 പദ്ധതിയുടെ ഉദ്ഘാടനം കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് നിർവഹിച്ചു. കൊട്ടാരക്കര KSRTC ഹരിത ഡിപ്പോ പദ്ധതിയുടെ ഭാഗമായാണ് മാസ് ക്ലീനിംഗ് ഡ്രൈവ് നടത്തുന്നത്. കേരളത്തിലെ KSRTC ഡിപ്പോകളെ ഹരിത ഡിപ്പോകൾ ആക്കുന്നതിന്റെ ഭാഗമായാണിത്. കൊട്ടാരക്കര നഗരസഭയുടെയും കൊട്ടാരക്കര KSRTCയുടെയും ആഭിമുഖ്യത്തിലാണ് കൊട്ടാരക്കര ഡിപ്പോയിൽ ക്ലീനിംഗ് ഡ്രൈവ് നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധികൃതരും KSRTC അധികൃതരും ഹരിതകർമ്മസേന ജീവനക്കാരും പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ തന്നെ KSRTC ഡിപ്പോകളിൽ ഏറ്റവും വലിയ ഡിപ്പോകളിൽ ഒന്നായ കൊട്ടാരക്കരയും ഈ ഹരിത KSRTC ആക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആ മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മളിവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രസംഗത്തെക്കാൾ പ്രവൃത്തിക്കാണ് ഇന്നത്തെ ക്യാമ്പയിൻ കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടായിട്ട് ഈ ഒരു ശുചീകരണ മെഗാ ക്യാമ്പയിനിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിൽ നിന്ന് ഉള്ള ശുചീകരണ ജീവനക്കാർ 4 ടീമുകളായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KSRTCയിൽ നിന്നുള്ള സ്കൂട്ടറുകളും ബാക്കി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാവരും തന്നെ ഈ 4 ടീമായിട്ട് 4 ഭാഗങ്ങളായിട്ട് നമുക്ക് ഇത് ശുചീകരിക്കാം. ഈ ക്യാമ്പയിൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഹരിതകേരളത്തിന്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഒപ്പം സീറ്റ് മിഷനുള്ള പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഈ KSRTC സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ യാത്രക്കാർ നാട്ടുകാരുടെയും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ നിക്ഷേപിക്കണം. അതുപോലെ വെള്ളം കുടിക്കുന്നതിന് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതിനാവശ്യം പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കാൻ വേണ്ടി നഗരസഭ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ബോട്ടിൽ ബൂത്തിൽ മാത്രം കൃത്യമായി പ്ലാസ്റ്റിക് കുട്ടികൾ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായൊരു ബോധം നാട്ടുകാർക്ക് യാത്രക്കാർക്ക് ഉണ്ടാകണം. ബസ്സിനകത്ത് ഇരുന്നുകൊണ്ട് മാലിന്യം ബസ്റ്റാൻഡിൽ വലിച്ചിരുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം. അതുപോലെ ബസ്റ്റാൻഡിനകത്ത് ഈ ഇതിലുള്ള എല്ലാത്തരം മാലിന്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുക. ഓരോരുത്തരും കേൾക്കണം. മാലിന്യ നിർമ്മാണത്തിന്റെ പ്രവർത്തനം മാലിന്യത്തിനെതിരായുള്ള ബോധം നമ്മുടെ പൊതുബോധമായ മാലിന്യത്തിൽ സ്ഥിരമാക്കി വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമാണ് ഇന്ന് KSRTC ബസ്റ്റാൻഡിൽ ഒരു മെഗാ ട്രെയിനിൽ സംഘടിപ്പിക്കുന്നത്. വിജയമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദിവസം പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുക. നിരന്തരമായ പ്രവർത്തനങ്ങൾ കൂടി KSRTC ഡിപ്പോയിൽ മത്സരവും ശുചീകരിക്കുന്ന ആവശ്യമായ പ്രവർത്തനമാണ്. അക്കാര്യത്തിൽ എല്ലാവരുടെയും എല്ലാ വിഭാഗമാണെങ്കിലും പരിപൂർണമായ സഹകരണം ഉണ്ടാകണം. ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. KSRTCയും ജീവനക്കാർ നഗരസഭയുമായി ബന്ധപ്പെട്ട അനുബന്ധ എല്ലാ വിഭാഗങ്ങളും ഈ മെഗാ ക്ലീനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തുടക്കം കുറിക്കുന്ന ഈ മെഗാ ക്ലീനിങ് വിജയിപ്പിക്കുകയും അതുപോലെ എല്ലാവരും ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യാനുള്ള കത്തിക്കുകയാണ്. സാർ, ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഗ്യാരേജാണോ? നമ്മുടെ ഗ്യാരേജും ഡിപ്പോയും ഉണ്ട്. ഗ്യാരേജിലാണെങ്കിൽ ഒരുപാട് വർക്ക് കിടപ്പുണ്ട്. അതെല്ലാം എത്രയും പെട്ടെന്ന് ഇന്ന് തുടങ്ങി നീക്കം ചെയ്യുന്നതിനാവശ്യ പ്രവർത്തനം നടക്കുന്നത് KSR ഡിപ്പോയിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡിപ്പോയും ഗ്യാരേജും നവീകരിക്കുന്ന പ്രവർത്തനം ബഹുമാനപ്പെട്ട നമ്മുടെ കൊട്ടാരക്കര MLAയും ധനകാര്യമന്ത്രിയുമായ ശ്രീ KN ബാലഗോപാലും അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറും ഒക്കെ മുൻകൈയെടുത്തുകൊണ്ട് കൊട്ടാരക്കര ഡിപ്പോയും അതുപോലെ ഗ്യാരേജ് നവീകരിക്കുന്ന പ്രവർത്തനം കൂടി ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയല്ല, ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു.